ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ALP എക്സാമിന് മാത്സിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ് CC ലേണിംഗ് ആപ്പ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡെയിലി ഫ്രീ മോക്ക് ടെസ്റ്റ്, ഫ്രീ ക്വിസ്, കറണ്ട് അഫയേഴ്സ് PDF, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, എ സെല്ലർ ബൈസ് എ സർട്ടൻ നമ്പർ ഓഫ് ബനാനാസ് അറ്റ് ദ റേറ്റ് ഓഫ് 8 for ₹5 ആൻഡ് സെൽസ് ദം അറ്റ് ദ റേറ്റ് ഓഫ് 5 for ₹8. വാട്ട് വിൽ ബി ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എങ്ങനെയാണ് ബനാനാസ് എത്ര റേറ്റിനാണ് വാങ്ങിച്ചത്? 8 എണ്ണത്തിന് 8 for ₹5 എന്ന് പറഞ്ഞാൽ 8 ബനാനയ്ക്ക് 5 രൂപ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ബനാന എന്താണ്? കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ബനാന 8 ബനാനയ്ക്ക് 5 രൂപയാണ്. അപ്പോൾ ഒരു ബനാനയുടെ വില എന്താണ്? 5/8 ആണ്. 5/8. ദെൻ സെല്ലിംഗ് പ്രൈസ് എന്താണ്? 5 for ₹8. അതായത് 5 എണ്ണത്തിന് 8 രൂപ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? സെല്ല് ചെയ്യുന്നത്. 5 എണ്ണത്തിന് 8 രൂപ. അപ്പോൾ ഒരെണ്ണത്തിന് എത്രയാണ്? 8/5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ വരും? 8/5 മൈനസ് 5/8 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ബിഫോർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ ഡിനോമിനേറ്റർ ഒന്ന് സെയിം ആക്കാം. ഡിനോമിനേറ്റർ ഇവിടെ 8ഉം ഇവിടെ 5ഉം ആണ്. 5ന്റെ 8ന്റെ LCM എന്താ? 40 ആണ്. അപ്പൊ ഇവിടെ 40 ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 5 ചെയ്തു. ഇവിടെ ഞാൻ ഇൻറ്റു 8 ചെയ്തു. അപ്പൊ ഇവിടെ എന്തായി? 25/40 ആയി. ഇവിടെ എന്തായി? 64/40 ആയി. അപ്പോൾ ഡിഫറൻസ് എന്ത് വരും? 64/40 മൈനസ് 25/40 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്, ദാറ്റ് ഈസ് 25/40 ഇൻറ്റു 100. ശരിക്കും നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ 40 കൊടുക്കേണ്ട ആവശ്യമില്ല, അതങ്ങ് കട്ടായി പോവും. സോ ഡിഫറൻസ് എടുക്കുക. 64ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് അങ്ങ് ഡയറക്റ്റ് കണ്ടാൽ മതി. ഓക്കെ, 64ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 14 മൈനസ് 5 9, 39 ആണ് അല്ലേ? 39 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100. ഡയറക്റ്റ് അങ്ങനെ എഴുതിയാൽ മതി, ഇതൊന്നും എഴുതേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, അപ്പൊ 25ഉം 100ഉം കൂടെ കട്ട് ചെയ്താൽ 4. 39 ഇൻറ്റു 4 78 ഇൻറ്റു 2 156. 156% എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ C ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇഫ് എ പേഴ്സൺ ബോട്ട് an item for ₹96 and sold it at a profit of 12.5%, then the selling price of item was. ഇവിടെ എന്താണ് വാങ്ങിച്ച പ്രൈസ്? അതെന്താണ്? കോസ്റ്റ് പ്രൈസ്. അത് എത്രയാണ്? 96 rupees ആണ്. സെല്ല് ചെയ്യുന്നത് എത്ര പ്രോഫിറ്റിനാണ്? 12.5% പ്രോഫിറ്റിനാണ് സെല്ല് ചെയ്യുന്നത്. 12.5% എന്ന് പറഞ്ഞ ഇൻഫ്രാക്ഷൻ എത്രയാണ്? 1/8 ആണ്. നിങ്ങൾ പെർസെൻറ്റേജിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 1/8 ആണ്. അപ്പോ നമുക്ക് കാണേണ്ടത് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ ഈ 8 എന്ന് പറഞ്ഞ എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. 8 യൂണിറ്റ് ഇവിടെ എന്താണ്? 96 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്താണ്? 96/8 12 ആണ് ഒരു യൂണിറ്റ്. ഈ 1 എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? 8 + 1 9 ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് 9 യൂണിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ 9 യൂണിറ്റ് എന്ത് വരും? 12 ഇൻറ്റു 9 108 rupees. ദാറ്റ് ഈസ് ഓപ്ഷൻ D ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻ an alloy of German and silver the ratio of copper to zinc was 17:7 while that of nickel to zinc. Copper to zinc, nickel to zinc. Nickel to zinc was 4:3. The ratio of copper to zinc to nickel in the alloy was. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? കോപ്പർ ടു സിങ്ക് റേഷ്യോ എന്താണ്? 17:7. ദെൻ പറഞ്ഞേക്കുന്നത് നിക്കൽ ടു സിങ്ക്. അത് നമ്മൾ നേരെ തിരിച്ചെടുത്താലും കുഴപ്പമില്ല. സിങ്ക് ടു നിക്കൽ എത്രയാണ്? 4:3 ആണ് നിക്കൽ ടു സിങ്ക്. അപ്പൊ സിങ്ക് ടു നിക്കൽ എന്തായിരിക്കും? 3:4. അത് ഞാൻ തൊട്ട് താഴെ എഴുതി. അപ്പോൾ ഇവിടെയും ബ്ലാങ്ക് ആണ്, ഇവിടെയും ബ്ലാങ്ക് ആണ്. എന്ത് ചെയ്യും? ഈ 3 എടുത്തിട്ട് ഇങ്ങോട്ട് ഇടാം, ഈ 7 എടുത്തിട്ട് ഇങ്ങോട്ട് ഇടാം. ഇനി എന്താ കാണേണ്ടത്? ദ റേഷ്യോ ഓഫ് കോപ്പർ ടു സിങ്ക് ടു നിക്കൽ ആണ് കാണേണ്ടത്.
എന്ത് ചെയ്യാൻ പറ്റും? 17 into 3 51, 7 into 3 21, 7 into 4 28. സോ റേഷ്യോ എന്താണ്? 51:21:28 ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ സം ഓഫ് പ്രസന്റ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ ഈസ് 45 years. 5 years ago the ratio of their ages was 6:1. Find the present age of father. ഇവിടെ എന്താണ്? ഫാദറിന്റെയും സണ്ണിന്റെയും ഇപ്പോഴത്തെ ഏജിന്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏജ് നമുക്ക് FIS എന്ന് എടുത്താൽ F+S എന്ത് വരും? 45 എന്ന് വരും. ഓക്കെ, 5 വർഷം മുന്നേ അവരുടെ ഏജിന്റെ റേഷ്യോ എന്തായിരുന്നു? 6:1 ആയിരുന്നു. അപ്പൊ 5 വർഷം മുന്നേ ഫാദറിന്റെ ഏജ് 6x-ഉം സണ്ണിന്റെ ഏജ് x-ഉം ആയിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഏജ് എന്തായിരിക്കും? 6x + 5 ഫാദറിന്റെ ഏജും x+5 സണ്ണിന്റെ ഏജും ആയിരിക്കും. അത് രണ്ടിന്റെയും കൂടെ സമ്മല്ലേ നമുക്ക് ഇവിടെ 45 എന്ന് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അത് ചെയ്തൂടെ? 6x + x 7x + 5 + 5 10 = 45. 7x = 45 - 10 എന്ത് വരും? 35. x = 35/7 എന്ത് വരും? 5. ഓക്കെ, x 5 എന്ന് വന്നു. നമുക്ക് എന്താ കാണേണ്ടത്? ഫൈൻഡ് ദി പ്രസന്റ് ഏജ് ഓഫ് ഫാദർ. ഫാദറിന്റെ പ്രസന്റ് ഏജ് എത്രയാണ്? ഫാദറിന്റെ പ്രസന്റ് ഏജ് 6x + 5 ആണ്. 6 × 5 എന്താ? 30 ആണ്. 30 + 5 എന്താണ്? 35 ആണ്. ഫാദറിന്റെ പ്രസന്റ് ഏജ് എന്താണ്? 35 years. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ ഫാദറിന്റെ പ്രസന്റ് ഏജ് 35 years ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ RRB ALP എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിനകത്ത് നമുക്ക് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ട്രിക്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോരോ ടൈപ്പ് തിരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ ഇതുപോലെ ടൈപ്പ് തിരിച്ച് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ RRB ALP ബാച്ചിന് ക്ലാസ്സുകൾ കൊടുക്കാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് RRB ALPയുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 9249089284 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. പിന്നെ മോക്ക് ടെസ്റ്റുകളും അതുപോലെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത കാര്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും. അപ്പോൾ അതെല്ലാം പ്രീവിയസ് ഇയറിൽ ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്ത് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നതെന്നെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. RRB എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ കാണുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്